അവിടെ ഇലക്ഷന്റെ തലേ ദിവസം രാത്രി ഇവിടുത്തെ ഇപ്പോഴത്തെ MLA-യും ഒരു ക്രിസ്ത്യൻ സംഘടനയുടെ നേതാക്കന്മാരും കൂടിയിട്ട് ആ വീടുകളിൽ മുഴുവൻ രാത്രി കയറുകയും എനിക്കെതിരെ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK Gold and Diamonds. Most trusted gold. PAK Gold and Diamonds. കാർഷിക വിളിയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മിന്നും തിളക്കവുമായി MK വിജയനാരായണൻ. നിലമ്പൂർ നഗരസഭയിൽ വിജയനാരായണൻ ഇത് രണ്ടാം ഊഴം. CPM ശക്തി കേന്ദ്രത്തിൽ നിന്നുമാണ് BJP നേതാവ് MK വിജയനാരായണന്റെ വിജയം. 2020 CPM സിറ്റിംഗ് സീറ്റായ കോവിലകത്തുമുറിയിൽ MK വിജയനാരായണൻ സ്ഥാനാർത്ഥിയായപ്പോൾ ഇരു മുന്നണികളും അത് കാര്യമാക്കിയില്ല. BJPക്ക് ഡിവിഷനിൽ ഉണ്ടായിരുന്നത് 100-ൽ താഴെ വോട്ട്. എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ LDF-ഉം UDF-ഉം ഞെട്ടി. വിജയനാരായണന് 34 വോട്ടിന്റെ അട്ടിമറി വിജയം. BJP നിലമ്പൂർ നഗരസഭയിൽ അക്കൌണ്ടും തുറന്നു. ഇക്കുറി കോവിലകത്തുമുറി ഡിവിഷൻ വനിതാ സംവരണമായി. ഇതോടെ നിലമ്പൂർ നഗരസഭയിലെ 1-ാം ഡിവിഷനായ ആശുപത്രിക്കുന്നിൽ വിജയനാരായണൻ മത്സരത്തിനിറങ്ങി. കോവിലകത്തുമുറിയിലുണ്ടായ അട്ടിമറി ആശുപത്രിക്കുന്നിൽ ഉണ്ടാവില്ലെന്ന് LDF-ഉം UDF-ഉം പറഞ്ഞു. എന്നാൽ വോട്ട് എണ്ണിയപ്പോൾ ഇക്കുറിയും മുന്നണികൾ ഞെട്ടി. വിജയനാരായണന് വീണ്ടും അട്ടിമറി വിജയം. ഞാൻ വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനത്തു കൂടെ കടന്നു വന്നിട്ടുള്ള രാഷ്ട്രീയക്കാരനാണ്. പൊതുപ്രവർത്തനം തുടങ്ങുമ്പോഴേ ഞാൻ ജനങ്ങളെ സൗകര്യത്തിനുള്ള രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ആളാണ്. അല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയം ഉപയോഗിക്കുന്ന ആളല്ല. ആ ജനങ്ങൾ തന്നെ ഞാൻ വരണം എന്ന് ആഗ്രഹിക്കുന്നു. അത് ഏതിൽ നിന്ന്, എപ്പോൾ നിന്ന്, എവിടെ നിന്ന് മത്സരിച്ചപ്പോഴും ജയം എനിക്ക് തന്നെ ആയിട്ടുണ്ട്. ജനം ആഗ്രഹിച്ചത് തന്നെയാണ് ഇപ്രാവശ്യത്തെ എൻ്റെ ജയം. പക്ഷെ അതിൽ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജയിച്ചപ്പോൾ ഞാൻ ജയിക്കില്ല എന്നുള്ളൊരു തോന്നൽ മറ്റുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അതല്ല. കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, അതുകൊണ്ട് ഈ പ്രാവശ്യം ജയിക്കും. ഇനി ജയിക്കാൻ പാടില്ലാത്ത പ്രവർത്തികള്, പല മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, വർഗീയത ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും നടന്നിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ആശുപത്രിക്കുന്ന് 1 എന്ന് പറയുന്നത് ഒരു 127-130 വോട്ടിന്റെ ക്രിസ്ത്യൻ മുസ്ലിം ബെൽറ്റാ, പകുതിയാണ്. അവിടെ ഇലക്ഷന്റെ തലേ ദിവസം രാത്രി ഇവിടുത്തെ ഇപ്പോഴത്തെ MLA-യും ഒരു ക്രിസ്ത്യൻ സംഘടനയുടെ നേതാക്കന്മാരും കൂടിയിട്ട് ആ വീടുകളിൽ മുഴുവൻ രാത്രി കയറുകയും എനിക്കെതിരെ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത് ലേശം വലിച്ചിട്ടില്ല എന്ന് പറയാൻ വയ്യ. എന്നാൽ പോലും അവിടുന്നുള്ള വോട്ട് പോലും ജനം ജാതിമത രാഷ്ട്രീയം നോക്കാതെ എന്നെ വിജയിപ്പിക്കാൻ വേണ്ടി എന്നെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്നെ സഹായിച്ച എല്ലാ വോട്ടർമാരോടും നന്ദിയും കടപ്പാടും എന്നും കൂടെയുണ്ടാവും എന്നല്ല, കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയുള്ള പ്രവർത്തനം ഞാൻ കാഴ്ചവെച്ചിരിക്കും. നന്ദി, നമസ്കാരം. 2020 ഇടത് തരംഗത്തിലാണ് വിജയനാരായണൻ CPM ഡിവിഷനിൽ അട്ടിമറി നേടിയതെങ്കിൽ 2025 UDF തരംഗത്തിലാണ് CPM സിറ്റിംഗ് ഡിവിഷനായ ആശുപത്രിക്കുന്നിലും വിജയം നേടിയത്. 2015 ഇവിടെ നിന്നും വിജയിച്ചത് കോൺഗ്രസ് ആയിരുന്നു. 2020 CPM വിജയിച്ചത്. വിജയനാരായണൻ ഇക്കുറി നേരിട്ടത് നിസ്സാരക്കാരെയല്ല, 2 മുൻ കൌൺസിലർമാരെയാണ് എന്നതും ശ്രദ്ധേയം. കോൺഗ്രസ് നേതാവായിരുന്ന വിജയനാരായണൻ സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നാണ് 2020 BJP-യിൽ ചേർന്നത്. മുൻപ് നിലമ്പൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ, 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ.